ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പച്ച മാന്തൽ തേങ്ങ അരച്ച് വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാന്തൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി, 1 സവാളയുടെ പകുതി, ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 തക്കാളിയും 2 പച്ചമുളകും, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതുപോലെ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തത്, ആ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇങ്ങനെ വഴറ്റിയെടുത്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ ചേർക്കണം. ഞാനിവിടെ എരിവുള്ളത് കൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. ഇനി ഇതിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ഞാനിവിടെ ഒരു മൂടി തേങ്ങയുടെ പകുതി അത്രേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. ഇനി നമുക്ക് പുളി ഒഴിക്കാം. ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം വാളംപുളി ആയതുകൊണ്ട് നല്ല പുളിപ്പായിരിക്കും. പിന്നെ ഈ മാന്തൽ കറിക്ക് കൂടുതൽ പുളിയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ഒരു വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കുറച്ചേ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളൂ. ഞാൻ പുളി നോക്കിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു തക്കാളിയും കൂടെ അരച്ചിടുന്നതുകൊണ്ട് പുളി ഇത്തിരി കൂടുതലാവും. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പാകത്തിന് വെള്ളം വയ്ക്കാം. ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇത് വയ്ക്കുന്നത്. അപ്പോഴത് ടേസ്റ്റ്. കൂടുതൽ വെള്ളം പാടില്ല ഈ മാന്തൽ കറിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ തേങ്ങയുടെ അരപ്പും കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല കുറുകി വരും ചാറ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ ചാറിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും, ഈ മുളകിൻ്റെയൊക്കെ ഒരു കുത്തലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് മാന്തൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മാന്തലാണ് വാങ്ങിയിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കാതെയും വെക്കാം കേട്ടോ. ഞാൻ തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നത് മാത്രം. തേങ്ങ അരച്ചാലും തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അതിന് തേങ്ങ അരയ്ക്കാതിരിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കൂടുതൽ വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തിളവ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ മീൻ വെന്ത് കിട്ടും. ഒന്ന് അടച്ച് വയ്ക്കാം. തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ നോക്കണം. ഈ സമയത്താണ് നമുക്ക് ഉപ്പും മുളകൊക്കെ നോക്കേണ്ടത്. ഇത് നിങ്ങൾ പോരെങ്കിൽ നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ വറുത്തിട്ടാണല്ലോ വെക്കുന്നത്. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് അരച്ചെടുത്തിട്ട് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല രുചിയായിരിക്കും നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞ് ഇത്രയും വെള്ളം മതി. ഇനി കൂടുതൽ പാടില്ല. മീനൊക്കെ തണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കുമ്പോൾ ഒന്ന് ചാറൊന്ന് കുറുകി വരും.
അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് തലേ ദിവസത്തേക്ക് കഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊട്ടാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് എണ്ണയൊക്കെ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ വെന്തയും 4 ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പച്ച മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ചുവന്ന് വരണം. അപ്പോൾ ഇതിലേക്ക് താളിച്ച് കൊട്ടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറിയ ചാറോട് കൂടിയിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.